പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോ എന്റെ മനസ്സിൽ മൂസാ നബിയെ കുറിച്ചുള്ള ആലോചനയില്ല. ഞാൻ ഏതെങ്കിലും പർവ്വതത്തെ കുറിച്ച് ആലോചിക്കുന്നുമില്ല, തൂരി സീനാ മലയെ കുറിച്ച് പോലും എന്റെ മനസ്സിപ്പോൾ ഒരു ചിന്തയിലും വ്യാപൃതമാകുന്നില്ല. മറിച്ച് മദീന, എന്റെ മനസ്സിന്റെ അഭിലാഷം മുഴുവൻ മദീന പട്ടണത്തെ കുറിച്ചാണ്. ഞാൻ ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും മോഹിക്കുന്നതും മദീന പട്ടണത്തെ കുറിച്ചാണ്. ഏതൊരു മണ്ണിലാണോ സംസ്കാരം വിളഞ്ഞത്, ഏതൊരു മണ്ണിലാണോ നിലാവ് പൂത്തത്, ഏതൊരു മണ്ണിലാണോ സ്വപ്നം പോലും കിനാവ് കണ്ടത്, ഏതൊരു മണ്ണിലാണോ വിമോചനത്തിന്റെ മുഴക്കമുണ്ടായത്, ഏതൊരു മണ്ണിലാണോ മനുഷ്യത്വത്തിന്റെ പാഠങ്ങൾ അഭ്യസിക്കപ്പെട്ടത്, ഏതൊരു പുണ്യനഗരിയിൽ നിന്നാണോ ഔന്നത്യത്തിന്റെ ചെറുകൊടിയൊച്ച മുഴങ്ങിയത്, ഏതൊരു മണ്ണിലാണോ അടിച്ചമർത്തപ്പെട്ട പെണ്ണിന്റെ മോചനത്തിന്റെ ഗാഥകൾക്ക് സാക്ഷ്യമുണ്ടായത്, ഏതൊരു മണ്ണിലാണോ തൊഴിലാളി വർഗത്തിന്റെ ഉത്ഥാനത്തിന്റെ നാദം മുഴങ്ങിയത്, ഏതൊരു മണ്ണിലാണോ മനുഷ്യത്വത്തിന്റെ മഹാഗാനം ഉന്നതമായ ശ്രുതിമിണക്കം പോലെ മുഴങ്ങിയത്, ഏതൊരു മണ്ണിലാണോ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള സാംസ്കാരികമായ അഭ്യാസം പരിശീലിക്കാനുള്ള വേദിയൊരുങ്ങിയത്. അതുകൊണ്ട് മെരി ആർസൂ മദീന, മെരി ജുസ്തു മദീന, എന്റെ എല്ലാ അഭിലാഷങ്ങളും മദീനയിലേക്ക്, എന്റെ സകല ആഗ്രഹങ്ങളും മദീനയിലേക്ക്. മക്ക നഗരിയുടെയും മദീന നഗരിയുടെയും ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയും അവിടുത്തെ ഉന്നതമായ നിലപാടുകളും അവിടുത്തെ സമീപനങ്ങളും സംഭാവനകളും നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും മുഴങ്ങുന്നു. ലോകമിന്ന് പുതിയ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ ജിദ്ദയിലെ ഈ ഹാളിൽ തടിച്ചു കൂടിയിട്ടുള്ള എന്റെ സഹോദരന്മാരെ, നമുക്ക് നിർവഹിക്കാനുള്ള പ്രതിജ്ഞയും നമുക്ക് ചെയ്യുവാനുള്ള പ്രതിജ്ഞയും ലോകത്തിന് സാംസ്കാരികമായ പ്രകാശം നൽകാൻ നമ്മുടെ നെഞ്ചിന്റെ വെളിച്ചം കൊണ്ട് നമുക്ക് സാധിക്കുമോ? ലോകം എന്തെന്നില്ലാത്ത ഒരു ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇരുട്ടിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനും ഉന്നതമായ പുരോയാനത്തിന്റെ അഭിവൃദ്ധിയുടെ അഭ്യുന്നതിയുടെ മേഖലയിലേക്ക് ലോകത്തെ നയിക്കുവാനുമുള്ള ഒരു ഉന്നതമായ പ്രവർത്തനത്തിന് വേദിയൊരുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഓരോ നിമിഷവും ഓർക്കണം, ലോകത്ത് മനുഷ്യത്വത്തിന്റെ ഉണർത്തുപാട്ട് മുഴങ്ങിയ പട്ടണങ്ങൾക്കിടയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്.